ഹായ് ഫ്രണ്ട്സ്, ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഹൈയും അതുപോലെ തന്നെ ലോയും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ എന്നുള്ള ഈ ടൂളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ലൈനുകൾ ഗ്രീൻ, ബ്ലൂ, റെഡ് ഇങ്ങനെ ലൈനുകൾ കാണാം. ഇത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിട്ടുള്ള ഏരിയാസാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏത് റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്ന് നോക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ റെഡ് ലൈനും അതുപോലെ തന്നെ അതായത് വാല്യൂ ഏരിയ ഹൈക്കും ഈ ഗ്രീൻ ലൈൻ അതായത് വാല്യൂ ഏരിയ ലോ ഇതിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് അതിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ഇന്നലെ നമ്മൾ ഉണ്ടായിരുന്ന പ്രൈസിൽ നിന്നും അതിൻ്റെ പ്രൈസ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്ത ആ ഏരിയയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനർത്ഥം പ്രത്യേകിച്ച് ഒരു ഡിമാൻഡോ സപ്ലൈയോ അവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്താണോ സെൻറ്റിമെൻറ്റ് അത് തന്നെ നിൽക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി നിങ്ങൾക്കറിയാം ഈ ഡേ റേഞ്ചിനും ഈ വാല്യൂ ഏരിയ ഹൈക്കും ലോയ്ക്കും ഔട്ട്സൈഡ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഹൈക്ക് മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്യാപ്പ് അപ്പ് ആയത്. ഈ ഗ്യാപ്പ് അപ്പ് ആയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഡേയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഇതുപോലെ തന്നെ, അതായത് തൊട്ട് ഗ്യാപ്പ് ഡൗൺ ആയി ഓപ്പൺ ചെയ്തതിന് ശേഷം ഡേ റേഞ്ചിലേക്ക് വന്ന് അതിനുശേഷം വീണ്ടും തൊട്ടുണ്ടായിരുന്ന ലോയിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് നോക്കിക്കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിലും അതുപോലെ ഡേ റേഞ്ചിനും ഉള്ളിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ചെറിയ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.